വിൻസിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിമ്പാറയില്ലേ, അരിമ്പാറ മൾട്ടിപ്പിൾ ആയിട്ട് നമ്പർ വളരെ കൂടുതലായിരുന്നു. അപ്പം നമ്പർ കൂടുതലാകുമ്പോൾ ഇപ്പോൾ 1 2 ഒക്കെ ആണെങ്കിൽ നമുക്കത് കരിയിച്ച് കളയാം. പക്ഷേ നമ്പർ കൂടുതലാകുമ്പോഴുള്ള പ്രശ്നം നമ്മൾ ഓരോന്നിലും ഇഞ്ചക്ഷൻ വെച്ച് കരിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വാക്സിനും കൂടെ കൊടുക്കുന്നത്. അപ്പോൾ 1 2 കരിയിക്കും, വലുതിനെ കരിയിക്കും, ബാക്കിയുള്ളതിൽ വാക്സിൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് 3rd സിറ്റിംഗ് ആണ്. വാക്സിൻ കൊടുക്കുന്നത് നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ വാക്സിൻ കൊടുത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റായി നമ്മൾ ഇഞ്ചക്ഷൻ വെച്ച അരിമ്പാറ മാത്രമല്ല ബാക്കി എല്ലാ അരിമ്പാറകളും കൂടെ പൊഴിഞ്ഞു പോകും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ 3rd സിറ്റിംഗ് അല്ലേ. പെയിൻ ഉണ്ടോയെന്ന് അവരോട് ചോദിച്ചാൽ മതി. ജസ്റ്റ് വെക്കുന്ന സമയത്ത് പെയിൻ ഉണ്ടാവുള്ളൂ, പിന്നെ അതുണ്ടാവില്ല. അതായത് നമ്മൾ അത് ധരിപ്പിക്കുന്ന ആ ഒരു പെയിൻ ഉണ്ടാവും. ഉള്ളത് കൊണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, പലയിടത്തും നമ്മളിങ്ങനെ ഭയങ്കര റഫായിട്ട് ബുദ്ധിമുട്ട്. പിന്നെ പുറമെ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, കാണുമ്പോൾ പുറത്ത് സൈഡിലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ കട്ട് ചെയ്തതാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കിങ്ങനെ കൂടുതലായി ഉണ്ടായി വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും അത് മാനസികമായിട്ടും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ ചേച്ചിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു, കുറേ പ്രാവശ്യം ഒരു കരിയിച്ചിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടും കൂടിയാണ് നമ്മൾ വാക്സിനും കൂടെ വെക്കുക എന്നുള്ള രീതിയിൽ തീരുമാനം എടുത്ത് ഇപ്പോൾ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. കൂടെ വീട്ടിൽ നിന്ന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഉറപ്പായിട്ടും അരിമ്പാറ മുഴുവനായിട്ട് നമുക്ക് കളയാൻ പറ്റും. എടുത്തതിന് ശേഷം അങ്ങനെ കൂടുതലായിട്ട് വളർന്നിട്ടൊന്നുമില്ല. കൂടിയിട്ടില്ല. കൂടിയിട്ടില്ല. എൻ്റെ സൈസൊക്കെ കുറഞ്ഞു കൂടിയിട്ടൊന്നുമില്ല. ഓക്കെ.